കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 22 നടക്കും. ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി. അതിനിടെ വോട്ടർ പട്ടികയെ ചൊല്ലി LDF, UDF പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി. തിങ്കളാഴ്ച വൈകുന്നേരമാണ് സംഭവം. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നിലനിൽക്കുന്ന കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലാണ് LDF, UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായത്. ബാങ്ക് ജീവനക്കാരില്ലാത്തവർ UDF പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതായും ആരോപണമുണ്ട്. ബാങ്കിൽ ഫെബ്രുവരി 22 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് കഴിഞ്ഞ ദിവസം വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ഇതിൻ്റെ കരട് പട്ടിക ആവശ്യപ്പെട്ട് UDFിലെ A ക്ലാസ് മെമ്പർമാർ അപേക്ഷ നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ നൽകിയിരുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. തുടർന്ന് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക ഫോട്ടോ എടുക്കാൻ UDF പ്രവർത്തകർ ശ്രമിച്ചപ്പോൾ ബാങ്ക് ജീവനക്കാരല്ലാത്ത പുറത്തുനിന്നെത്തിയവർ തടയുകയും പട്ടിക വലിച്ചു കീറുകയായിരുന്നുവെന്നും UDF ആരോപിക്കുന്നു. ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ മാത്രമല്ല ചില ബ്രാഞ്ചുകളിലും ഇതാണ് അവസ്ഥയെന്നും ഇവർ പറയുന്നു. കരട് പട്ടിക സംബന്ധിച്ച് പരാതി നൽകാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ബാങ്ക് ഭരണം UDFിന് നഷ്ടപ്പെടുത്താൻ ഉദ്യോഗസ്ഥരുടെ ശ്രമമുണ്ടെന്നും UDF പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. കാരശ്ശേരി ബാങ്കിൽ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചതായി ഇന്ന് മാതൃഭൂമി പത്രത്തിൽ നിന്ന് വാർത്ത കണ്ടു. ആ വാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു A ക്ലാസ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ഇന്ന് രാവിലെ കാരശ്ശേരി ബാങ്കിൽ വരികയും ഞാനൊരു അപേക്ഷ തയ്യാറാക്കി ഇലക്ടറൽ ഓഫീസർ, ബാർ അഡ്മിനിസ്ട്രേറ്റർ, ബാർ ജനറൽ മാനേജർ ഈ 3 ആളുടെ പേരിൽ ഒരു അപേക്ഷ തയ്യാറാക്കി കൊടുക്കുകയും അതിന് ആവശ്യമായ പകർപ്പുകൾ ഫീസ് അടയ്ക്കാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്ത് ബാങ്കിൽ വന്നു. ബാങ്കിൽ വന്ന് നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ ഹെഡ് ഓഫീസിൽ ചോദിച്ചപ്പോൾ അടിയിലാണെന്ന് പറഞ്ഞു. അവൻ അടിയിൽ ചെന്ന് ഞാനിത് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ട് പേജിൽ ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ ഒരു സ്റ്റാഫ്, മാനേജർ ചാർജുള്ള ആൾ വന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഞാൻ അറിയാത്ത ഒരു ടീഷർട്ട് ഇട്ട ഒരു വ്യക്തി അയാൾ എൻ്റെ പുറകിൽ വന്ന് നിന്ന് ഞാൻ ഉച്ചയ്ക്ക് വീണ്ടും വന്നപ്പോഴും ഇതേ അവസ്ഥയാണുള്ളത്. എനിക്ക് ആ കോപ്പി തന്നിട്ടില്ല. എനിക്ക് 1600 ആളെ പുതുതായിട്ട് ചേർത്ത അടക്കമുള്ള അതിൽ ആക്ഷേപം ബോധിപ്പിക്കാനും ബന്ധപ്പെട്ട അതിലെന്തെങ്കിലും പരാതികളെ ബോധിപ്പിക്കണമെങ്കിൽ എനിക്ക് നിർബന്ധമായിട്ട് അത് കിട്ടേണ്ടതുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ബാങ്ക് അധികൃതരുടെ ഉത്തരവാദപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ ഇല്ല, ഇലക്ടറൽ ഓഫീസർ ഇല്ല, സ്റ്റാഫിന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവാദിത്തമല്ല. അവർ ഇന്ന് ആ കോപ്പി എനിക്ക് തയ്യാറായിട്ടില്ല. അങ്ങനെ വീണ്ടും ഞാനിപ്പോൾ വൈകുന്നേരം വന്നതാണ്. വൈകുന്നേരം വന്ന സമയത്ത് വേറെ A ക്ലാസ് മെമ്പർമാർ ഇതുപോലെ വന്നു. അപ്പോൾ വേറെ A ക്ലാസ് മെമ്പർമാരായിട്ടുള്ള വേറൊരു ഞാൻ അറിയുന്ന എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ എതിർ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ വന്ന് ഇവിടെ ചെറിയൊരു സംഘർഷങ്ങളും കാര്യങ്ങളും ഉണ്ടായി. ഇപ്പോൾ പോലീസും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ഇപ്പോൾ അതിൻ്റെ അപേക്ഷ സ്വീകരിച്ചെങ്കിലും ഈ സാധനം തരാൻ അവർ തയ്യാറാവുന്നില്ല. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു എന്നറിഞ്ഞതിനെ തുടർന്ന് പട്ടിക പരിശോധിക്കാനായി കാരശ്ശേരി ബാങ്കിൻ്റെ മുരിങ്ങമ്പുറായി ബ്രാഞ്ചിലെത്തിയപ്പോൾ നോട്ടീസ് ബോർഡിലിട്ട വോട്ടർ പട്ടിക UDF പ്രവർത്തകൻ തട്ടിയെടുത്തു കൊണ്ടുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും തുടർന്ന് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസായ മുക്കത്തെത്തിയപ്പോഴും UDF പ്രവർത്തകൻ നോട്ടീസ് ബോർഡിലെ വോട്ടർ പട്ടിക തട്ടിയെടുക്കുകയായിരുന്നുവെന്നും ഇത്തരം ധിക്കാരം കാണിച്ചവരെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ബാങ്ക് മെമ്പർ KK നൌഷാദും പറഞ്ഞു. അതായത് പത്രത്തിലൂടെയാണ് നമ്മൾ കാരശ്ശേരി ബാങ്കിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അറിയുന്നത്. അറിഞ്ഞപ്പോൾ മുതൽ തന്നെ രാവിലെ ഓരോരുത്തരും വന്ന് പരിശോധിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിലെ വോട്ടർമാർ എന്നറിയാൻ വേണ്ടി പലരും വന്ന് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരിശോധനയുടെ ഭാഗമായി വന്നപ്പോൾ ഇത് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോകാനോ പറ്റില്ല എന്ന് മാനേജർ പറയുകയുണ്ടായി. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കി പരിശോധിച്ച് ഓരോരുത്തരും പോകുന്ന സാഹചര്യമാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മുരിങ്ങമ്പ്രായിൽ ഇതേപോലെ പരിശോധിക്കാൻ വന്ന ഒരാൾ എടുത്തിട്ട് ഓടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ അവിടെ പരിശോധിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ആളുകൾ പരിശോധിക്കാൻ പോകുമ്പോൾ അവിടെ വോട്ടർ പട്ടിക കാണുന്നില്ല. തിരിച്ച് ഞങ്ങളിപ്പോൾ വൈകുന്നേരം ഇവിടെ ഈ ബാങ്കിൽ കാരശ്ശേരി ഹെഡ് ഓഫീസിൽ വന്നപ്പോഴാണ് അവിടെയും അതേ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. ഞങ്ങൾ പരിശോധിക്കാൻ നേരത്തെ പട്ടിക തന്നെ കാണുന്നില്ല. അപ്പോൾ മാനേജർ പറയുന്നത് ഇവിടെ ഇപ്പോൾ വന്ന ഒരാൾ എടുത്തിട്ട് പോയതാണെന്നാണ്. ആ എടുത്തിട്ട് പോയ ആൾ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ അദ്ദേഹത്തോട് പോലീസ് ഇടപെട്ടിട്ടാണ് നമുക്ക് വാങ്ങിത്തരുന്ന സാഹചര്യം ഉണ്ടായി പരിശോധിക്കാൻ. അപ്പോഴും മാനേജർ പറയുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും ഫോട്ടോ എടുത്ത് കൊണ്ടുപോകരുത്, അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോകാനും പാടില്ല, നിങ്ങൾക്ക് നോക്കാം, നോക്കിയിട്ട് വേണമെങ്കിൽ എഴുതിയെടുക്കാം, അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പാടില്ല, അത് നിയമമാണ്. അപ്പോൾ ആ നിയമം അംഗീകരിച്ചാൽ ഞങ്ങൾ പോകുന്നു. പക്ഷെ എന്നാൽ ചില ആളുകൾ ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുകയാണ്. ഇത് അന്വേഷിക്കണം. അന്വേഷിച്ച് ഇത് കലക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, ഇത് പരാതിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. UDF പ്രവർത്തകർ തന്നെയാണ്, UDF പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് വന്ന് ഈ കോലാഹലം ഉണ്ടാക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങിയതാണ്. കാരശ്ശേരി ബാങ്കിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് KPCC അംഗമായ NK അബ്ദുറഹ്മാൻ ചെയർമാനായ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയിരുന്നത്. ആയിക്കോട്ടെ, ആ ഷെയറിന്റെ സന്ദേശം ഒന്ന് പറഞ്ഞൂടെ പേര് ഇപ്പൊ എവിടെയുള്ളതാണെന്ന് എനിക്കറിയില്ല, എനിക്കറിയില്ല. അത് നോക്കുമ്പോ ഒരു പറഞ്ഞ് പിടിച്ചെടുത്തില്ല. അപ്പൊ ഞാൻ രാവിലെ
കരട് പട്ടിക ലഭിച്ചില്ലെങ്കിൽ നിയമപരമായി നേരിടാൻ പോലും UDF പ്രയാസമാവും. LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ മുക്കം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. CTV പ്രാദേശിക വാർത്ത, മുക്കം.